ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. ഈ സ്ഥലം വരുന്നത് ഗുണ്ടിൽപേട്ടിലാണ് കേട്ടോ. ഗുണ്ടിൽപേട്ടിൽ പൊതുവെ ഒരുപാട് സൺഫ്ലവറും അല്ലാത്ത കുറേ ഫ്ലവേഴ്സ് ചെണ്ടുമല്ലിയൊക്കെ ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് എല്ലാ ആൾക്കാരും ആ ഏരിയയിൽ പോയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഗുണ്ടിൽപേട്ട് തന്നെ കുറച്ചുകൂടെ ഉള്ളോട്ടേക്കുള്ള സ്ഥലമാണ്. ഞങ്ങളിതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഉപ്പാനെയും ഉമ്മാനെയൊക്കെ കൂട്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണേ. എന്താ പറഞ്ഞ പിന്നെ ഇതാ ഇവിടെ വലിയൊരു വൈക്കോൽക്കോന ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ പശുക്കളൊക്കെ കൊണ്ട് കെട്ടുന്ന സ്ഥലമാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കുറേ കമ്പുകളൊക്കെ ഇങ്ങനെ തറയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മരം എന്ന് പറയുന്നത് തന്നെ വലിയ മരമാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും എനിക്ക് തോന്നുന്നു അത്രയും പരന്ന് കിടക്കുന്ന ഒരു മാവാണ് കേട്ടോ. അപ്പം അത്രയും ഭംഗിയുണ്ട് കാണാൻ, നല്ല തണലും ഉണ്ട് കേട്ടോ. പിന്നെ ഈ വഴികളൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ തോന്നൂല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലിടയ്ക്ക് ഇങ്ങനെ പശുക്കളും അതേപോലെ ഇതിലെ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഈ മരത്തിൻ്റെ അടിയിലിരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം നിൽക്കായിരുന്നു കേട്ടോ. ഞങ്ങളല്ലാതെ വരുന്ന സമയത്ത്, ഞങ്ങൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് വന്നിട്ട് ആ സമയത്ത് കുറച്ചുകൂടെ അവിടെ നല്ല പച്ചപ്പൊക്കെ ഉണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതും നല്ല ഭംഗിയാണേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഏരിയയിലൊക്കെ കുറേ കൃഷികളുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് വരുന്ന ഉള്ളിയും ക്യാബേജും അങ്ങനെ വേണ്ട ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടാവും കേട്ടോ അവിടെ. ആമീനെ മരം കയറ്റുന്നേ അല്ലല്ല, മുകളിൽ കയറി കളിയുള്ളവർക്കൊന്നും തുടച്ചു. ഇതിപ്പോ നിങ്ങളുടെ പാമ്പ് വരും. അതിലിങ്ങനെ മെല്ലെ മെല്ലെ നടന്നിരുന്നിട്ട് പിടിച്ചൊക്കെ വന്നു. നോക്കട്ടെ, ആമി മരം കയറിയിട്ട് നടന്നോ. ഇതിന്റെ മേലെ പ്രാവ് എന്തോ ഉണ്ടായിരുന്നു. എന്നാ ചെരുപ്പൂരി ഇട്ടോ, എന്നിട്ട് നടന്നോ. അതാ അയിമങ്ങനെ പിടിച്ചങ്ങനെ വരാലോ. ധൈര്യത്തിലാവി നടക്കുന്നത്. നടന്നു വന്നേ, എനിക്ക് നടന്നോ. വീട്ടിലുള്ളതല്ലേ, ചെറിയ പാലത്തിൽ കൂടെ നമ്മള് നടക്കലില്ലേ. ധൈര്യം വേണം, ധൈര്യം. ആ ഉണ്ടാവും ഉണ്ടാവും. ധൈര്യമായിട്ട് ചാടിക്കോ. നമ്മള് പിടിക്കും എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത പച്ചക്കറിത്തോട്ടൊക്കെ ചാടിയാന്നാ പറഞ്ഞു. ഇതിന് ചാടിയത്. അമീ ശരി, ഉപ്പച്ചീനെ ഇവിടെ ചെല്ലേ, ഇങ്ങോട്ട് വാ. നല്ല രസമുണ്ട്. ഇതിന് ഉപ്പ് പറഞ്ഞ കാട്ടുചെടി. ഇതിന്റെ ലീഫൊക്കെ നല്ല മുള്ളാണ്. മുള്ള
മഞ്ഞള് മൊത്തം മുറിച്ചിട്ട് വെക്കുന്നല്ലേ, ഇല മുറിച്ചിട്ട് കിളക്കാനാകുമ്പോ. കൊറേ കൃഷിയുണ്ടല്ലേ നാമി? മഞ്ഞള് കണ്ട്, പിന്നെന്താ ചോളം കണ്ടു. മഞ്ഞൾ മരത്തിന് ഉണ്ടാകട്ടോ കാബേജ്. പുകലകൃഷിയായി അതുപോലെ ഏകദേശം മഞ്ഞൾ രൂപത്തിൽ തന്നെ ഉണ്ടായ അതും ഇവിടെ പുകലകൃഷി അതേപോലെ ഈ ഏരിയയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെറിയ ഹൈറ്റ് കുറഞ്ഞ വീടുകളായിരിക്കും കേട്ടോ. ഇവിടെ പക്ഷെ നല്ല ചൂടുള്ള ഏരിയ ആണ്. കാറ്റുണ്ടെങ്കിലും ഇവിടുത്തെ നല്ല വെയിലിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കന്നുകാലികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വീടുകളും എല്ലാം ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള വീടുകളാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ മെയിൻ റോഡിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു വീടുകളും അതേപോലെ കോലം വരച്ചതും അങ്ങനെ കുറേ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനും നാസിയൊക്കെ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്രാമങ്ങളും ഇങ്ങനത്തെ പ്രകൃതിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലൊക്കെ. അപ്പം നമ്മൾ കാളവണ്ടിയൊക്കെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ പോണ വഴിയിൽ ഞങ്ങൾ ഇതേപോലെ ഒരു കാളവണ്ടി കണ്ടു കേട്ടോ. ഞങ്ങൾ ആമിക്കും റൂമിക്കൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. പണ്ട് കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ ചെറിയ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ചെറിയ നിസ്സാരമായിട്ട് കാണുന്ന കാര്യമാണെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതൊരു യാത്രയും എന്തെങ്കിലുമൊക്കെ ഒരു രസമുള്ളത് തന്നെ ആയിരിക്കും കേട്ടോ എപ്പോഴും. എലിഫന്റ് ഓൾറെഡി ഉണ്ടല്ലോ കാട്ടില്. ഈ സൺഫ്ലവർ എന്തിനൊക്കെയാണ് ഓയിലിനാണോ ഉപയോഗിക്കുന്നത്? ഓയിൽ ഉണ്ടാക്കാൻ ഈ ഭാഗമായിരിക്കും ഇതൊക്കെ. പാപ്പ തൊട്ടോക്ക്. 30 റുപ്യല്ലേ ഇങ്ങോട്ട് കേറാനല്ലേ? അല്ല, ഒരാൾക്ക് 10 രൂപ. അപ്പൊ ഞങ്ങളിവിടെ എങ്ങോട്ടാ പോകുന്നേ? ഉള്ളിൽ പോകാൻ നോക്കണേ, എന്തേലൊക്കെ ഉണ്ടോ. സൂര്യകാന്തിയൊക്കെ കാണാൻ വന്നെയാണ്. സൺഫ്ലവർ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇതിലെ വഴിയുണ്ടോ? എന്ത് ഭംഗിയല്ല ഇതിന് അടുത്തുനിന്ന് കാണാൻ. നിറയെ തേനീച്ചയൊക്കെ ഉണ്ട് കേട്ടാ. ഉണ്ടോ? ഓ അടിപൊളി. ഇതൊക്കെ എന്താ പാപ്പ കണ്ടോ? മുള്ളുണ്ടോ? ആ പൂവില് നീ ഉണ്ടാവണം. ഇഷ്ടപ്പെട്ടോ? സൂര്യകാന്തി ഒക്കെ കണ്ടില്ലേ നമ്മള്. സൺഫ്ലവർ. ഇനി ഉപ്പൊക്കെ മാങ്ങയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ ആ ഗ്യാപ്പിന് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കാം. അല്ല, വാങ്ങിട്ട് വരും. പാപ്പുനൊരു പൂവൊക്കെ കൊടുക്കും. താങ്ക് യു പറയേ. താങ്ക് യു കേട്ടോ. ബൈ. ഒന്നേ ഉള്ളൂ കേട്ടോ. വലുതല്ലേ?
പേടിണ്ടോ? നമ്മളെ നോക്കണ്ടോ? പനി ഇവിടെ നോക്കോ നിങ്ങൾ തിന്നോ അപ്പൊ എന്തായാലും ഉപ്പ് പറഞ്ഞാൽ ശരി. മുന്നിലുള്ളവര് നോക്കാതെ മുന്നിലുള്ളവരെ നോക്കാതെ ഇങ്ങനത്തെ ക്രയോൺ വേണം. മട്ടൺ സൂപ്പ് കഴിക്കുകയാണ്. എന്താ സ്പൈസി ആണോ? കറിയുടെ സൂപ്പാണ്. അതൊക്കെ കുഴപ്പമില്ല. ഇത്ര വലുത് ഇങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ ഓക്കെ. ഇതുകൂടെ ഉണ്ടാകുമ്പോൾ ഇതെന്താ അൽഫാമോ? ഓരോ പീസ് വെച്ചിരിക്കും. 2 ബ്ലാക്ക് ടീയും ചായ. നമ്മൾ ഇനി അപ്പം കഴിക്കില്ല. അങ്ങനെ ഞാൻ പറയട്ടെ. 2 കഴിക്കുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അറിയില്ല, കുറച്ച് നോക്കേണ്ടി വരും. കഴിയിട്ട് കഴിക്കണം. കഴിഞ്ഞോ? എടി ഓൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവോ? അപ്പൊ അല്ല, അത് തിന്നാൻ വെക്കണ നല്ല. ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കഴിക്കട്ടെ. അല്ല ഉപ്പാടുന്നോ? ഉപ്പാടുന്നു ഓരോന്നുണ്ട്. പല ഭക്തർക്ക് ആദ്യമായിട്ട് മുറിക്കുക. ഫസ്റ്റ് Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. പാക്കെടുത്ത് കൊടുക്ക്. ഉപ്പച്ചിക്ക് എടുത്ത് കൊടുക്കാമേ. ബാപ്പുവിന്റെ വകയിൽ മുഴുവൻ തന്നെങ്കിലോ. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചു ഉപ്പാൻ്റെ. അങ്ങോട്ടും
അത് അബ്ബ വിളിക്കണ്ട ചെല്. അങ്ങനെ വിളിച്ച ഇഷ്ടപ്പെട്ടില്ല. എന്താണ് നാസി ഇത്? ഇപ്പൊ ആരെ വിളിക്കൂലൊക്കെ. എന്താ പറഞ്ഞേ? ഉപ്പാക്ക് വാച്ച് വാങ്ങിക്കുന്ന ഉപ്പാക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നിട്ട് ഗിഫ്റ്റ് എന്താന്ന് വെച്ചപ്പോ വാച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ അന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കാസിയോ അതേതാ? ടൈറ്റാ. നല്ല ഇഷ്ടപ്പെട്ടു. കേട്ടോ ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി.